ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഡെൻഡ്രോബിയ ഓർക്കിഡിൻ്റെ കുറച്ച് മഴക്കാല സംരക്ഷണത്തിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയുടെ ഒരു സമയമാണല്ലോ. അപ്പോഴും നമ്മൾ ഈ ഡെൻഡ്രോബിയം പ്ലാന്റ്സൊക്കെ വളർത്തുന്നവർ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ പ്ലാന്റ്സ് നശിച്ചു പോകാതൊക്കെ ഇരിക്കും. അപ്പോൾ ഒരു ബിഗിനർ എന്ന നിലയിൽ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ഭയങ്കര മഴയുടെ ഒരു സമയമാണ്. ആ സമയത്ത് നമ്മൾ ഓർക്കിഡ് പ്ലാന്റ്സ് ഒരു ഷെയ്ഡിലോട്ട് മാറ്റി വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം ഈ പ്ലാന്റ്സ് ചീയാനും വേര് ചീഞ്ഞു പോകാനും ഇല ചീഞ്ഞു പോകാനും ഒക്കെ ഉള്ള സാധ്യതകൾ കൂടുതലാണ് ഈ മഴക്കാലത്ത്. ഫംഗസ് ഉണ്ടാകാനും ഒക്കെ ഉള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഫംഗിസൈഡൊക്കെ ഉപയോഗിക്കേണ്ട ഒരു സീസണാണിത്. പിന്നെ നമ്മുടെ പോട്ടിംഗ് മിക്സിൽ ചകിരി ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറച്ച് ഒഴിവാക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. കാരണം ഉച്ചിൻ്റെ ശല്യം ഈ സമയത്ത് വളരെ കൂടുതലായിരിക്കും. ഇത് ബ്ലൂമിങ് ആയിട്ടിരിക്കുന്ന പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ആ പൂക്കളുടെ ആയുസ് കുറയാനുള്ള സാധ്യതയുണ്ട്. കാരണം മഴവെള്ളം വീണ് കഴിഞ്ഞാൽ അത് ഷെയ്ഡിൽ വെച്ചിരിക്കുന്ന പ്ലാന്റ് ഇരിക്കുന്ന അത്രയും കാലം പൂ അങ്ങനെ പിടിച്ച് നിൽക്കത്തില്ല. അതുകൊണ്ട് പ്ലാന്റ്സ് എപ്പോഴും മഴക്കാലത്ത് നമ്മൾ ഷെയ്ഡിൽ വെക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഒരു ഫംഗിസൈഡ് എപ്പോഴും മാസത്തിൽ 1-2 തവണ കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. സാഫാണ് കൂടുതൽ ആൾക്കാരും ഉപയോഗിക്കുന്നത്. മഴക്കാലത്ത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓവർ വാട്ടറിങ് ആണ്. മഴയുള്ളത് കൊണ്ട് അന്തരീക്ഷത്തിൽ നല്ല ഈർപ്പം കാണും. ആ സമയത്ത് നമ്മൾ കൂടുതലായിട്ട് വെള്ളം ഒഴിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് ആഴ്ചയിൽ ഒരു വട്ടം അങ്ങനെ വെള്ളം കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ പ്ലാന്റ്സിന്. ഈ സമയത്ത് നമ്മൾ ഓർഗാനിക്കായിട്ടുള്ള ജൈവ വളങ്ങൾ കൊടുക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇതിന് കെമിക്കൽ വളങ്ങളാണ് ഈ സമയത്ത് എപ്പോഴും നല്ലത്. മഴക്കാലത്ത് കെമിക്കൽ വളങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ആഴ്ചയിൽ ഒരു വട്ടം നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന NPK അല്ലെങ്കിൽ ഗ്രോത്തിൻ്റെത്, ഫ്ലവറിങ്ങിൻ്റെത്, അതൊക്കെ അനുസരിച്ച് ഓരോ ആഴ്ചയിലും മാറി മാറി ഉപയോഗിക്കുന്ന എപ്പോഴും നല്ലതായിരിക്കും. അങ്ങനെ കുറച്ച് വളങ്ങൾ, ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് വളങ്ങൾ ആണ് ഇതിൽ കാണിക്കുന്നത്. ഗ്രീൻ കെയറിൻ്റെ 30-10-10, NPKയുടെ നൈട്രജൻ്റെ അളവ് കൂടുതലും ഫോസ്ഫറസിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെ അളവ് കുറവായിരിക്കും. വളർച്ചയ്ക്ക് എപ്പോഴും നല്ല ഒരു ഓർക്കിഡിനെ പറ്റിയ ഒരു വളമാണ്. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് പൂക്കാനുള്ളതല്ല, വളരാനുള്ളതാണ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ പൂക്കാനുള്ള ഒരു വളമാണ് മിറാക്കിൾ 20യുടെ 13-27-27. ഇതിൽ നൈട്രജൻ്റെ കണ്ടൻറ്റ് കുറവാണ്, ഫോസ്ഫറസിൻ്റെയും പൊട്ടാഷ്യൻ്റെയും കണ്ടൻറ്റാണ് കൂടുതലുള്ളത്. അന്നേരം അത് ഒരു പൂ പിടിക്കാനായിട്ട് സഹായിക്കുന്ന മൂലകങ്ങളാണ് ഇതിലുള്ളത്. അടുത്തതെന്ന് പറയുന്ന പ്ലാന്റ്സിൻ്റെ വളർച്ചയ്ക്ക് ഉപയോഗിക്കുന്ന മറ്റൊരു സാധനമാണ് 19-19-19. അതെന്ന് പറഞ്ഞാൽ NPK എന്നുള്ള 3 മൂലകങ്ങളും ഒരേ അളവിലാണ് ഇതിലുള്ളത്. ഇത് എൻ്റേത് ഇച്ചിരി മഴയൊക്കെ ആയതുകൊണ്ട് ഇച്ചിരി അലിഞ്ഞു പോയി, ഒരു പിങ്ക് നിറത്തിലാണ് കിട്ടുന്നത്. അടുത്തതെന്ന് പറയുന്നത് ഞാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് ഹ്യൂമിക് ആസിഡ് എന്ന് പറഞ്ഞത്. നമ്മൾ കൊടുക്കുന്ന ഈ വളങ്ങളൊക്കെ വലിച്ചെടുക്കാനുള്ള ശക്തി ഈ പ്ലാന്റ്സിന് കൊടുക്കുന്നതാണ് ഹ്യൂമിക് ആസിഡ്. അത് ഒരു ബ്രൗൺ നിറത്തിൽ, ഒരു നല്ല കറുപ്പ് നിറത്തിലായിരിക്കും ഇരിക്കുന്നത്. ഒരു 2 ml ഒക്കെ 1 ലിറ്റർ വെള്ളത്തിൽ ചാലിച്ചിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം ഓരോ ആഴ്ചയുടെ ഗ്യാപ്പിൽ കൊടുക്കാവുന്നതാണ്. ഇത് എപ്സം സോൾട്ടാണ്. അത് പ്ലാന്റ്സിൻ്റെ ഈ ലീഫിനൊക്കെ നല്ല പച്ചപ്പൊക്കെ കിട്ടാൻ നല്ലതായിരിക്കും. വളരെ കുറച്ച് ചെറിയൊരു എമൗണ്ട് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഇതിന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഈ വളങ്ങളൊക്കെ നമ്മൾ ഓരോ ആഴ്ച മാറി മാറി ഉപയോഗിച്ചാൽ നല്ല രീതിയിൽ ഫ്ലവറിങ്ങും പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട്. ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.